അച്ഛൻ സമര സഖാക്കളെ സമരഹാരം അണിയിക്കുകയാണ്. കൺവീനർ മതി വന്നു. ഓരോരുത്തരും നിന്ന് സമരഹാരം ഏറ്റുവാങ്ങുക. നിങ്ങളെല്ലാവരും കൂടി അച്ഛനെ സമരഹാരം അണിയിക്കും. ഓരോ സമര സഖാക്കളും ബഹുമാനപ്പെട്ട രക്ഷാധികാരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിന്റെ പ്രതീകമായ ദേശീയ പതാക സ്വാതന്ത്ര്യദിനം തിരുനാൾ സ്വീകരിക്കുന്നു. പ്രിയമുള്ള ജോർജ് സാറെ, വേദിയിൽ കോവിഡായിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, 3 പാർലമെന്റുകളുടെയും വൃദ്ധത്തിന്റെ കൺവീനർമാരെ, സ്നേഹത്തിന്റെ പ്രകാശത്തിലേക്ക്, അസത്യത്തിന് സത്യത്തിലേക്ക്, മരണത്തിന് ജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അത്. ഭാരതത്തിന്റെ സ്വന്തം പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥനയെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പ്രകൃതിയുടെ നന്മയ്ക്ക് വേണ്ടി നിലപാടുകൾ ചിന്താഗതികൾ പുലർത്തുന്നവരാണ്, വിവിധങ്ങളായ വിശ്വാസം സൂക്ഷിച്ചിട്ടുള്ളവരാണ് എന്നൊക്കെ എനിക്കറിയാം. നമ്മൾ നടത്തുന്ന ഈ സമരം നാടിന്റെ നന്മ, ജീവിക്കുവാനുള്ള അവകാശം ഇത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മരങ്ങളെ ധ്യാനിച്ച് ദൈവാനുഭവം നുകർന്ന വാഴ്ചയുടെ ജീവൻ ഒരേ മനസ്സോടെ കണ്ടുകൊണ്ട് ഏകോദര സഹോദരങ്ങളായി എല്ലാവരെയും കാണണമെന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ അരുമശിഷ്യനായ തോമാസ് ലീഗ വന്നിറങ്ങുകയും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ മണ്ണിൽ ചോര ചിന്തി മരിക്കുകയും ചെയ്ത നാടാണ് ഈ ഭാരതം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയ ചിന്താഗതികളുടെയോ ഒന്നും വേർതിരിവുകൾ പാടില്ല എന്ന് നമുക്കറിയാം. ഒരൊറ്റ വിശ്വാസം, ഒരൊറ്റ ഹൃദയം, ഒരൊറ്റ ഇന്ത്യ, ആ ഒരു നിലപാടോടുകൂടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് സാധിക്കുമ്പോഴാണ് തീർച്ചയായും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ആരംഭം മുതൽ പരിശോധിക്കുക, അവിടെയെല്ലാം വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നതിന്റെ ഒത്തിരിയേറെ ചിത്രങ്ങൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് സുന്ദരമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന അവസരത്തിൽ ഓരോന്നിനെയും സൃഷ്ടിച്ച് ദൈവം പറയുന്ന വാചകമുണ്ട്, എല്ലാം നന്നായിരിക്കും. മനുഷ്യന് വേണ്ടി എല്ലാം നന്മയായിട്ട് സൃഷ്ടിച്ച് അവസാനം അതിനെയെല്ലാം മനുഷ്യരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട്
പറയുകയാണ് സൂത്രശാലിയായ സർപ്പം തിരഞ്ഞെടുത്തത് ഹവ്വ ഏകയായി നിൽക്കുന്ന സന്ദർഭത്തിലാണ്. ആദവും ഹവ്വയും ഒന്നിച്ച് ജീവിക്കുന്നു എന്നാൽ സാത്താൻ കാത്തിരിക്കുകയാണ് ഹവ്വയോ മൊത്തം കിട്ടാൻ. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അവൻ അവന്റെ ചിന്താഗതികൾ അവരിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവത്തിനെതിരായുള്ള തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആ തെറ്റ് പിന്നെ ഏതെല്ലാം തരത്തിലേക്ക് വ്യാപിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. ദൈവകൽപ്പന ലംഘിച്ച് തെറ്റ് ചെയ്ത ഹവ്വ അതിൽ മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് ഇതിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക മതത്തിന്റെ പേരിലുള്ളതല്ല ഇത്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ല. ആ ഒരു സ്നേഹത്തോടെ തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ നേതാക്കന്മാര്, മുൻകാല നേതാക്കന്മാര്, മഹാത്മാഗാന്ധി ഉൾപ്പെടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സാഹോദര്യത്തിൻ്റെയാണ്. നമ്മളിന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഈ മഹാത്മാവിന്റെ ചിത്രത്തിന് മുമ്പിലാണ്. അവരെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് പ്രകൃതിയിൽ തന്നെ ഉണ്ട്, എന്നാൽ ആരുടെയും അത്യാഗ്രഹം ശ്രമിപ്പിക്കാനുള്ളത് ഒന്നുമിവിടെ ഇല്ല എന്ന്. പ്രിയമുള്ളവരെ, ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെയുള്ള ഏതൊരു മനുഷ്യനും അനുഭവിക്കാനുള്ളത് മുഴുവൻ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ ശരീരത്തിൽ ഓരോന്നും എടുത്തു നോക്കുക. നമുക്ക് 2 കണ്ണുണ്ട്, 2 ചെവിയുണ്ട്, 2 ശ്വാസകോശങ്ങളുണ്ട്, 2 കൈയുണ്ട്, 2 കാലുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? വേണമെങ്കിൽ ഒന്നുപോലെ നമ്മൾ ചിന്തിക്കാം. എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഒരു മനുഷ്യൻ, ഞാനിരുന്ന ഒരു ഇടവകയിലാണ്, ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹം രാവിലെ പള്ളിയിലേക്ക് വന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടായി. കുഴഞ്ഞു വീഴുക റോഡില്, ആരും കാണുന്നില്ല. കുഴഞ്ഞു വീണ് ബോധം കെട്ടുപോയി. കുറെ കഴിഞ്ഞ് ആൾക്കാർ വരുമ്പോൾ ഇദ്ദേഹം വീണ് കിടക്കുന്ന കാണുന്നത്. അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. അവര് ആശുപത്രി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അതിശയിച്ചു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ ജീവൻ പോയതാണ്, തിരിച്ചു ദൈവം കൊണ്ടുവന്നു. എങ്ങനെയാണ് ഈ ഇത് നമ്മൾ നടത്തുന്ന ആൻജിയോപ്ലാസ്റ്റി ദൈവം നടത്തിയാണ് ശേഷിക്കുക. ഞാൻ പറഞ്ഞു ഇതേ ഉള്ളൂ, നമ്മിലുള്ളതായ ഓരോന്നും പരസ്പരം യോജിപ്പിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ഇതാരുടെയും സ്വാർത്ഥതയ്ക്ക് വിട്ടുകൊടുക്കാൻ പ്രപഞ്ചത്തെ വരും തലമുറകളിലേക്ക് കൈമാറാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ പ്രപഞ്ചത്തെ ഈ മനുഷ്യർക്ക് നശിപ്പിക്കാനല്ല, മറിച്ച് വളർത്താനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട്. ബോംബിന്റെ ശബ്ദത്തിൽ ഞെട്ടിത്തെറിച്ച് പാത്രം താഴെ പോയി കൊച്ചിന്റെ കയ്യിൽ നിന്ന്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അധികാരികൾ റിപ്പോർട്ട് എഴുതി വെച്ചു, ഈ സ്കൂളിൽ ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ മുഴുവൻ ഭയത്തോടെയാണ് കഴിയുന്നത്. റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ പല റിപ്പോർട്ട് പോയതാണ്. ഇവിടെ വന്ന് നേരിട്ട് കണ്ടനുഭവിച്ചിട്ട് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ പാറമട ഈ സ്കൂളിന്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അധികാരികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. ഏതാണ് റിപ്പോർട്ട് അതുണ്ട്. ഇതിന് ബുദ്ധിമുട്ടാണ്. ഇവർ വളരെ ഭയത്തോടെയാണ് കഴിയുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷതയെ പ്രതി ഇത് നിർത്തണം എന്ന് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നാലെ വേറെ രാഷ്ട്രീയ അധികാരികളോ വേറെ അധികാരികൾ പോകുമോ എനിക്ക് നമുക്കറിയില്ല. ഏതായാലും യാഥാർത്ഥ്യം അതാണ്. ഈ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, ഈ നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ദൈവം കഴിഞ്ഞു നൽകിയ ഈ കുടക്കച്ചറയുടെ മനോഹാരിത കാത്തു സൂക്ഷിക്കാൻ, ഈ പ്രകൃതി ഭംഗി കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ദൈവം കൊടുത്തിട്ടുള്ള ആയുസ് അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കണം. വിഷമരുന്ന് ശ്വസിച്ച് അവസാനിക്കാനുള്ള ജീവിതമല്ല നമ്മുടേത്. കരിങ്കൽ പൊടി ശ്വസിച്ച് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ശ്വാസകോശങ്ങൾ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ നിലപാടെടുക്കുകയാണ്. അധികാരികളുടെ കണ്ണു തുറക്കാൻ, ഈ തിന്മ ചെയ്ത് നാടിനെ നശിപ്പിക്കുന്ന ഇതിൻ്റെ ഉടമസ്ഥരുടെ കണ്ണു തുറക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനയാണ്, ഒരു ത്യാഗമാണ്. നമ്മൾ ഒരു വണ്ടിയും തടയാൻ പോയിട്ടില്ല, ഒരു ഓഫീസിൽ പിക്കറ്റ് ചെയ്യാൻ പോയിട്ടില്ല, ഒരു പോലീസ് അധികാരിയെ വെല്ലുവിളിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിലേക്ക്, സമൂഹത്തിലേക്കും നാം ഓരോരുത്തരും നമ്മുടെ വേദനകൾ ഇറക്കുകയാണ് ഈ നിരാഹാര സമരത്തിലൂടെ. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, വിഭാഗീയത വിഷവിത്തോട് വിതറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ നിന്ന് പറയേണ്ട പലരും വരാൻ സാധിക്കുന്നില്ല പലർക്കും.
എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇങ്ങനെയുള്ള വിഭാഗീയതകൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ സമരം ചെയ്യുന്നത് എന്തിനെങ്കിലും നശിപ്പിക്കാനായിട്ടല്ല, ഈ നാടിനെ പടുത്തുയർത്താനായിട്ടാണ്. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ നാടിന്റെ സമാധാനം അത് തിരിച്ചു പിടിക്കാനായിട്ടാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക. ഇതത്ര നിസ്സാരമല്ല, ഓർക്കുക. നമ്മൾ ഏറ്റുമുട്ടുന്നത് നിസ്സാരക്കാരോടല്ല, നമ്മൾ ഏറ്റുമുട്ടുന്നത് തിന്മയുടെ ശക്തിയോടാണ്. തിന്മയുടെ ശക്തി ആൾരൂപം സ്ഥാപിച്ച് ഇങ്ങനെ എന്ന് പ്രവർത്തിക്കുമ്പോൾ അതിനോടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്. നമുക്കറിയാലോ, നമ്മൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പോഴും ഇന്ന് പബ്ലിക് ഹോളിഡേ ദിവസമാണ്. കരിങ്കൽ മഴയിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുക കേൾക്കുന്നുണ്ടോ നമ്മൾ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുപോലെ പബ്ലിക് ഹോളിഡേ പറ്റില്ല എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവ് കേട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിവസം ഇന്നും ഈ നമ്മുടെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ശബ്ദം ഇവിടെ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് മനുഷ്യനല്ല, പിശാചാണ്. ഇതിന്റെ പിന്നിൽ പിശാചിന്റെ പ്രവർത്തനമാണ്. നമ്മുടെ സ്വസ്ഥത കെടുത്താൻ അതിന് നമ്മൾ അധികാരികളിലേക്ക്, എല്ലാറ്റുപരി ദൈവത്തിലേക്ക് ഈ ത്യാഗത്തോടെ നമ്മുടെ ശബ്ദം ഉയർത്താം. അവിടുന്ന് കണിഞ്ഞിറങ്ങി പ്രവർത്തിക്കട്ടെ. നമ്മൾ നമ്മുടെ പുരാണങ്ങളിൽ ഒക്കെ വായിക്കുന്നുണ്ട്, എവിടെയെല്ലാം സമാധാനം നഷ്ടപ്പെടുമോ അവിടെയെല്ലാം അവതാര പുരുഷന്മാർ കടന്നു വരും. ദൈവത്തിന്റെ അവതാരങ്ങൾ വിവിധ രൂപത്തിലുണ്ടാകും. അങ്ങനെയുള്ള അവതാരങ്ങൾക്ക് യേശുക്രിസ്തു മനുഷ്യനെ അവതരിച്ചതുപോലെ, മറ്റ് മതത്തിലുള്ള ദേവന്മാർ ഭഗവാന്മാർ അവതരിച്ചതുപോലെ നമ്മുടെ നാടിനെയും രക്ഷിക്കാൻ നാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക. നല്ലവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും, സംശയമൊന്നുമില്ല. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന സഭയിൽ ദൈവരക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിനെ കൊണ്ടുവന്ന ആ മറിയത്തിന് മുമ്പിൽ ഈ സമരത്തെ സമർപ്പിച്ചിട്ട 2 കുർബാനകൾ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സമർപ്പണം യഥാവിലാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രതിബന്ധങ്ങൾ, ഏതെല്ലാം അവഹേളനങ്ങൾ എന്തു വന്നാലും ഇതിന്റെ മുമ്പിൽ ഒന്നും തോറ്റു കൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നേറാം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. പറ്റുന്നിടത്തോളം ഇത് സംബന്ധിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. പലരും ചിന്തിക്കും ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ശരിയാണ്, ഇന്നത്തെ സമൂഹത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ചോദിക്കാൻ അതൊക്കെ. പക്ഷേ ഒന്നും പ്രതിഫലമില്ലാതെ കടന്നു പോവില്ല, സംശയമൊന്നുമില്ല. അതുണ്ടാകേണ്ട സമയത്തുണ്ടാകും. എപ്പോഴും നിശ്ചയിക്കാൻ നമ്മളാളല്ല. ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമുക്കറിയാം, നമ്മുടെ നാടിന് ഒത്തിരിയേറെ വെല്ലുവിളിയില്ല. മുല്ലപ്പെരിയാറിന്റെ മുമ്പിൽ അടുത്ത സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ആ ചപ്പാത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോരോ സ്ഥലങ്ങളിൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനാൽ ഒറ്റക്കെട്ടായി നാളത്തെ തലമുറ അനുഭവിക്കേണ്ട നാടാണ് ഇത് എന്ന ചിന്തയിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുന്ദരമായ അവസ്ഥ ഉണ്ടാകണമെന്ന ചിന്തയിൽ നമുക്കെന്നെ സമർപ്പിക്കാൻ കഴിയട്ടെ. എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം നേടുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭാരതാംബ ഒരിക്കലും കീറി മുറിച്ച് നശിപ്പിക്കപ്പെടാതിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനെ നിൽക്കുന്നു എങ്കിൽ അദ്ദേഹമാണ് നമ്മുടെ എല്ലാ ഊർജത്തിൻ്റെയും പ്രഭവ കേന്ദ്രം, ജനറേറ്റർ. സാധാരണ പറയാറുണ്ട്, 1000 ആടുകളെ നയിക്കുന്ന ഒരു സിംഹത്തിൻ്റെ പടയായിരിക്കും 1000 സിംഹങ്ങളെ നയിക്കുന്ന ഒരു ആടിൻ്റെ പടയേക്കാൾ ശക്തിയുണ്ട്. വള്ളീച്ചിറ വില്ലേജ് ഓഫീസിലെ ഒരു അവസരത്തിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാർവടക്കാര് ഇങ്ങനെ തപ്പി നടക്കുകയാണ് വില്ലേജ്. അവർ തപ്പി നടക്കുന്നത് പ്രതികരണശേഷി കുറഞ്ഞ നാട് എവിടെയോ അവിടെയാണ് ഇവർ കൂടുകൂട്ടുന്നത്. അപ്പം അങ്ങനെ അവർ കണ്ടെടുത്തിട്ടുള്ള ഒരു നാടാണോ നമ്മുടേത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാനും നിങ്ങളും എവിടെയൊക്കെ പോയാലും നമ്മൾ കുടക്കച്ചറക്കാരാണ്, വലവക്കാരാണ്. എവിടെയൊക്കെ പോയാലും ഏതെല്ലാം ഉന്നതങ്ങളിൽ കയറിക്കൂടിയാലും നമുക്ക് നമ്മുടെ നാട്, പിറന്ന നാട്, അമ്മയെപ്പോലെ സ്നേഹിക്കത്തക്ക തരത്തിലുള്ള ഒരു നാടാണ്. അമ്മയെ ദ്രോഹിക്കുന്നവർക്ക് നാം മാപ്പ് കൊടുക്കാറില്ല, അവിടെ ആരും ക്ഷമിക്കാറുമില്ല. ഈ മഹാനായ ഈ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ MT വാസുദേവൻ നായർ, അദ്ദേഹം ലോകമാസകലം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, സപ്തസമുദ്രങ്ങളുണ്ട്, സാമ്രാജ്യങ്ങളുണ്ട്, ഭൂഖണ്ഡങ്ങളുണ്ട്, ഞാനതൊക്കെ ഏതാണ്ട് സഞ്ചരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ കൂടല്ലൂരും എൻ്റെ നിളാനദിയുമാണ് എല്ലാം എല്ലാം. MT വാസുദേവൻ നായർക്ക് കൂടല്ലൂരാണ് എല്ലാം എല്ലാം എങ്കിൽ ഇന്ന് ഇവിടെ ഈ സമരപ്പന്തലിൽ അണിചേർന്നിരിക്കുന്ന സമര സഖാക്കൾക്ക്, അതിനോട് സഹകരിക്കുന്നവർക്ക്
എല്ലാം നമ്മുടെ കുടക്കച്ചറയാണ്, നമ്മുടെ ജന്മനാടാണ്. ഇതിന് പകരം വയ്ക്കാൻ നമുക്ക് മറ്റൊന്നുമില്ല. നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മൾ കളിച്ച് നടന്ന പ്രദേശം. ഓക്കെ, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറുള്ള മാറ്റം പേന വെച്ചിട്ടുണ്ട്. അത് സൗകര്യം പോലെ അവിടെ ചെന്ന് രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യാറുണ്ട്. ആശംസകൾ ഞാൻ നേരുകയാണ്. വയനാട്ടിലെ ദുരന്തത്തിൽ നിര്യാതരായ, ജീവൻ നഷ്ടപ്പെട്ട, സകലം നഷ്ടപ്പെട്ട മുഴുവൻ പേരുടെയും ഓർമ്മകൾക്ക് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ കൊണ്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു ഗവൺമെന്റിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഈ നാടിൻ്റെ ഒരു ദുരന്തമായി മാറാമെന്ന ഈ പാറമട നിർത്താൻ വേണ്ടി ഇത്തരം ഒരു സമര പരിപാടിയിലേക്ക് മുന്നിട്ടിറങ്ങിയ തോമസ് അച്ഛനെ ഞാൻ ഹൃദയത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുക. ഇവിടെ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. ഒരു കുഴപ്പമുണ്ടായി 10 പേര് മരിച്ചാലേ അവിടെ നടപടിയുള്ളൂ. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. ഇതൊരു സൂചന മാത്രമാണ്. അതുകൊണ്ട് കണ്ടുകൊണ്ട് തമിഴ്നാടിൻ്റെ വെള്ളവും കേരളത്തിന് സംരക്ഷണവും, കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും എന്ന നിലപാടുമായി മുമ്പോട്ട് പോകേണ്ടതിന് പകരം ഇത് പറയുന്ന ആരെങ്കിലും മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞാൽ അവരെ പിടിച്ച് അകത്തിടുക. അതൊരു ശരിയായ നടപടിക്രമമല്ല. ഇതിന് പരിഹാരം ഉണ്ടാകണം. ഈ പാറമടയിലേക്ക് പോകുന്ന ടിപ്പർ ലോറികൾ ഞാൻ അതിനകത്തോളം അതിലെ സ്കൂളുകളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ അപകടകരമായ രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പലയിടത്തും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും ഈ സമരത്തിൽ ഞാൻ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ തയ്യാറാക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ ഏറ്റവും പുതിയ കവറിംഗ് ലെറ്ററായിട്ട് എൻ്റെ കത്തുണ്ടാവും. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണും. ഇത് നിർത്താനുള്ള നടപടി ഉണ്ടാവണം എന്ന അഭിപ്രായം അദ്ദേഹത്തോട് പറയും. നിങ്ങളുടെ ഏത് സമര പരിപാടികൾക്കും ഞാൻ കൂടെ ഉണ്ടാകും. ഇത് നിർത്തലാക്കുന്നതിന് വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രഖ്യാപിച്ചുകൊടുക്കും. നന്ദി, നമസ്കാരം. സ്വാതന്ത്ര്യ ദിന പരിപാടികൾ ഏറെയുള്ള നമ്മുടെ ജനപ്രതിനിധി ശ്രീ രാജേഷ്. നമുക്കറിയാം, വടക്കച്ചിറ വരൂര് പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുള്ള ആളുകൾ അവരെ ജനിച്ച മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട,
ജനകീയ പ്രതിരോധം ഒരു കാലഘട്ടത്തിലും പരാജയപ്പെട്ട ചരിത്രം ഇന്ത്യയുടെ ഭാഗമായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ സമാധാനീയനായ പാർലമെന്റ് അംഗം ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർക്ക് ഈ സമരപന്തലിലേക്ക് എല്ലാവരുടെയും പേര് സ്നേഹാദരപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ നമ്മുടെ ഏറ്റവും ബഹുമാന എല്ലാവരെയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുടക്കത്തറ ഗ്രാമവാസികളായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. കേരളത്തെ എന്നല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെയും ലോകമെമ്പാടും ഞെട്ടിച്ച ഒരു ദുരന്തമാണ് കേരളത്തിൽ വയനാട്ടിലുണ്ടായത്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മളെല്ലാവരും സഹായഹസ്തവുമായിട്ട് അവിടെ ഓടിയെത്തുകയും അതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരരായി കണ്ടുകൊണ്ട് അവിടെ സഹായഹസ്തങ്ങളുമായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ആപത്ത് വരുമ്പോൾ സഹായിക്കണം, അത് ആവശ്യമാണ്. പക്ഷെ ആപത്ത് വരുമ്പോഴെല്ലാം സർക്കാരും അധികാരികളും ഉണരേണ്ടത്. ആപത്ത് വരാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ നീതി ആഗ്രഹിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടിയാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു രാഷ്ട്രീയത്തെയോ ഒന്നുമുള്ള മത്സരമല്ല ഇത്. ഞങ്ങൾക്ക് നീതി എന്നത് യഥാർത്ഥത്തിൽ കിട്ടണം. അങ്ങനെ ഈ പ്രകൃതിയിൽ ഇവിടെ നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് പൂർവികമായിട്ട് തന്ന സ്വത്ത് സമ്പാദ്യങ്ങൾ, ഈ പ്രകൃതി, ഈ മണ്ണ് എല്ലാം സംരക്ഷിക്കപ്പെടാൻ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം. കാലങ്ങളായി നടന്നു വരുന്ന അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ ഇങ്ങനൊരു ധർമ്മയ്ക്ക് കാരണമായിട്ട്. നമ്മുടെ രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളിങ്ങനെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം നടത്തേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഈ പാർലമെന്റിലെ പ്രവർത്തനം മൂലം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അധികൃതരോട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളിപ്പോ എല്ലാ വർഷവും വിവിധ തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കും. വലിയൊരു ദുരന്തം, വലിയൊരു ഭീഷണിയായി, ഒരു ദുരന്ത ഭീഷണിയായി നമ്മളുടെ മലയോര മേഖലയിൽ ഇടുക്കിയിൽ നമുക്കറിയാം ഒരു ഡാം തന്നെ സ്ഥിതി ചെയ്യുക. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പല വേദികളിൽ സർക്കാരിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കോടതികളിലും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഫലപ്രദമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മെ അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഭരണകർത്താക്കൾ സമയോചിതമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാം, അതിന് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ്. ജനങ്ങൾ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു മേഖലയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അതീവ ഗൗരവമുള്ള ഒരു ജീവൻ പ്രശ്നം, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭരണ സംവിധാനം തീർച്ചയായിട്ടും ചെയ്യുന്നു. ഇവിടെ ഈ പ്രശ്നത്തെ മുൻനിർത്തി പല സമരങ്ങളായി നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് അടിയന്തരമായി ഈ കാര്യത്തെക്കുറിച്ച് ഒരു സമഗ്രമായിട്ടുള്ളൊരു വിലയിരുത്തലും പരിശോധനയും ആവശ്യമായി വന്നിരിക്കുന്നു. മനസ്സിലാക്കാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ആവശ്യം രാജ്യത്താകമാണ്. പശ്ചിമഘട്ട മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് നിത്യേന എന്നോണം ഇതുപോലുള്ള മുന്നറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ദേശീയ തലത്തിൽ തന്നെ ഒരു റെഗുലേറ്ററി സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റും. ആ നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്.
പക്ഷെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനത്തിൽ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, നമ്മൾ രാജ്യത്തിൻ്റെ 28ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ദിവസമാണ്. ഭാരതതന്ത്രത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് വലിയ സമരങ്ങളുടെ അന്ത്യഫലമായിട്ടാണ്. അതുപോലെ ഇന്ന് നമ്മുടെ കത്തോലിക്കനെ സംബന്ധിച്ച് പാറമട അതിനാൽ തന്നെ നമ്മൾ ശത്രുക്കളല്ല. പക്ഷേ ഏത് വ്യവസായം തുടങ്ങുമ്പോഴും അത് സ്ഥലത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാകരുത്. ഹൈക്കോടതിയിലായാലും ആത്യന്തികമായി ആ വിധിയെല്ലാം സ്വാധീനിക്കുന്നത് ഈ കാലഘട്ടം ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പണ്ടാണ് നിയമം അല്ലെങ്കിൽ കോടതി എന്ന് പറയുമ്പോൾ കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതികളിൽ നമ്മൾ സമീപിക്കുന്നത്. ഏതെങ്കിലും നിയമപരമല്ലാതെ ഒരു കാര്യങ്ങളുണ്ടായാൽ ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിധിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി എന്ന് പറയേണ്ടി വരും. കാരണം ജനങ്ങളുടെ ഇച്ഛ, ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ താല്പര്യം, ഇവിടെ MP പറഞ്ഞതുപോലെ ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന വിധി ഉണ്ടാവണം കോടതിയുടെ ഭാഗത്തുനിന്ന്. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം അങ്ങ് മുണ്ടക്കയിലും അല്ല ചൂരമലയിലും അല്ല പുഞ്ചിരി മട്ടത്തൊക്കെ ഉണ്ടായി. ഏതാണ്ട് 400 ആളുകൾ മരിക്കുകയും അവരുടെ ശവശരീരം പോലും ലഭിക്കാൻ സാധ്യത ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ആരും അവിടെ കേസ് കൊടുത്തിട്ടല്ല. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് ആ കേസിനെ സംബന്ധിച്ചുള്ള ഞാൻ ഈ വിഷയം ഇത്രയും പറയാൻ കാരണം അപ്പോൾ ആ കേസിന് ശക്തി പകരണമെങ്കിൽ നമുക്ക് റിപ്പോർട്ടുകൾ അനുകൂലമായിട്ട് കിട്ടണം. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഈ വിഷയത്തിൽ സർക്കാർ കൊണ്ടുവരാനായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആത്യന്തികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. മാറ്റി ജനങ്ങൾക്ക് ആവശ്യമായ നിയമം ഭേദത്തിലൂടെ ഇതുമാതിരി പാറമടകൾ നമുക്ക് ഒഴിപ്പിക്കണം. ജില്ലാ കളക്ടർ പെർമിഷൻ കൊടുക്കുമ്പോൾ അതേ ജില്ലാ കളക്ടർക്ക് നമ്മുടെ ദുരന്ത നിവാരണ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ പങ്കാളിത്തം ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. നാടിന്റെ എല്ലാ ജനപ്രതിനിധികളുടെ ഈ പുഴക്കത്തയുടെ ചരിത്രം ഇന്ന് പുറകാൻ കൊള്ളുകയാണ്. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം പുഴക്കത്തയെ സംബന്ധിച്ച മോചനത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ നാടിന്റെ ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ രോഗം കേൾക്കുന്ന അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രീ ജോസ് കെ മാണി MP അവരുടെ ഞങ്ങൾ സാദരം സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി നമ്മുടെ ഈ നാടിന്റെ മകൻ, നമ്മുടെ അടുത്ത തലമുറ ഇതിന്റെ ദുരിതം അനുഭവിക്കും. പ്രവാചക ജീവിതത്തോടെ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട തോമസ് മണത്തിപ്പറമ്പിലച്ച ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളെ, എന്റെ പ്രിയ നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 77 വർഷം പിന്നിടുമ്പോൾ നാം യഥാർത്ഥത്തിൽ സുന്ദരരായോ? നമ്മുടെ പൂർവികർ ചോര നീരാക്കി പണിതുയർത്തിയ ഈ കൊടുക്കത്തര ഗ്രാമത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ പാറമട ഖനനം കീഴ്ക്കഴിയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ സുന്ദരരായോ? നമുക്കും നമ്മുടെ തലമുറകൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നാം സ്വതന്ത്രരാണെന്ന് പറഞ്ഞ് എങ്ങനെ അഭിമാനിക്കും? 1945 മുൻപ് വിദേശ ശക്തികളാൽ സംസ്ഥാനങ്ങളിൽ ഞെരിഞ്ഞമരുമ്പോൾ നമുക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശങ്ങൾ ഔദാര്യമായി കൈപ്പറ്റുന്ന ജനതയെ വിളിക്കുന്ന പേരാണ് സ്വതന്ത്രരെന്ന്.
സംതൃപ്തരായിരുന്നെങ്കിൽ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ഇങ്ങനെ ഈ സമർപ്പണത്തിൽ ആഘോഷിക്കേണ്ടി വരുമായിരുന്നോ? കുടുംബത്തിനായിരുന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ നിറകയിൽ താണ്ഡവമാടുന്ന പാറമട ഖനനം എന്ന ഈ കാളി സർപ്പത്തെ ചുഴറ്റിയെറിയാൻ ഈ നാട്ടിലെ പൗരന്മാരായ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. വയനാട്ടിൽ ജീവൻ പൊറിഞ്ഞു പോയ സഹോദരർക്ക് അനുശോചനം അറിയിക്കുന്നതോടൊപ്പം നാം മറ്റൊരു വയനാടായി മാറാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കീ ജയ്. ഞാൻ വ്യക്തിപരമായി തന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം കൂടിയാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതുപോലുള്ള ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടാണ് ഇവിടെ നമ്മൾ ഈ ധർണയും ലോകത്തിന് നിരാകരണ സമരവും നടത്തുന്നത്. ഞാൻ ആമുഖമായി പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ വ്യക്തിപരമായ എൻ്റെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് ഇന്ത്യയിൽ പൂർണ്ണമായ ഐക്യദാർഢ്യം ഈ സമയത്തോടൊപ്പം അതിന് ഏത് എക്സ്റ്റൻറ്റ് വരെ പോകാനും പോയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ പോകാനും ഞങ്ങളെല്ലാവരും തയ്യാറാണ് എന്നിവർ പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങളെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 30-ാം തീയതി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോട്, വെടങ്ങാട് പ്രദേശങ്ങളിൽ, അവിടെ പ്രത്യേകിച്ച് ആ പ്രദേശത്ത് മുഴുവൻ ആ സ്പോട്ടിലേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് ആൾനാശം ഉണ്ടാകാതിരുന്നത്. പക്ഷേ അവിടുത്തെ മുഴുവൻ വീടുകളും കൃഷിയും മുഴുവൻ ഇനി അവിടെ കൃഷി ചെയ്യാൻ കഴിയില്ല. വയനാട്ടിലെ സ്ഥിതി സാധാരണമാണ്. കണ്ടു കഴിഞ്ഞാൽ പൊട്ടുകയാണ്. ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയെ നമ്മൾ തൊട്ട് കളിച്ചാൽ അത് തീർച്ചയായും നമ്മുടെ മാനവരാശിക്ക് തന്നെ അത് പ്രതികൂലമായി ബാധിക്കും. ഇവിടെ ഈ ഭാരമടയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തപസ്സാറും മറ്റു നേതാക്കന്മാരും ഇവിടെ സംസാരിച്ച് കാണും. നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്ത താമസമുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഈ 3 ഭാരമടയും വന്നിരിക്കുന്നത്. ഈ ഭാരമട ഏത് തരത്തിൽ നോക്കിയാലും അത് ഇവിടെയുള്ള ജനങ്ങൾക്ക്, ഇവിടെയുള്ള ദേവാലയത്തിന്, ഇവിടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക്, ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് അത് കോടതിയിലായാലും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലായാലും നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താണ് പോകുന്നത്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും പരിമിതികൾ വരും കോടതിയിലേക്ക് ചെന്നെത്തുമ്പോൾ. എല്ലാം അത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കൊക്കെ അതീതമായി ഒരുമിച്ച് നിന്നാൽ നമുക്കതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും എന്നതുപോലെ വിശ്വാസമുണ്ട്. അതിലെല്ലാം ഞങ്ങളും ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.